ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 19 ഇന്നാണ് ഐഫോൺ ഇറങ്ങുന്നത് ദിവസം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഐഫോൺ 17 കിട്ടിയിരിക്കുകയാണ്. ഇത്തവണ നമ്മൾ പ്രോ വേരിയൻ്റ് അല്ല എടുത്തത്. കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് നമ്മൾ റെഗുലർലി പ്രോ വേരിയൻ്റാണ് അൺബോക്സ് ചെയ്യുന്നത്. എന്നാൽ ഇത്തവണ നമ്മളൊരു ട്രെൻഡ് ഒന്ന് മാറ്റി പിടിച്ചു. കാരണം ഏറ്റവും കൂടുതൽ അപ്ഗ്രേഡ്സ് വന്നത് ഈ ഒരു വേരിയൻ്റാണ്, അതായത് ഐഫോൺ 17. പ്രോയിൽ ഒബ്വിയസ്ലി ഡിസൈൻ ചേഞ്ച് ഉണ്ട്, ആ ഒരു ക്യാമറ മോഡ്യൂളൊക്കെ മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഐഫോൺ 17 ഏറ്റവും കൂടുതൽ ചേഞ്ചസ് വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് ആ ചേഞ്ചസ് എല്ലാം നമ്മൾ പറയാം. ഇതിനകത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ 128 GB സ്റ്റോറേജ് ബേസ് വേരിയൻറ്റ് മാറ്റിയിരിക്കുകയാണ്. 256 GB സ്റ്റോറേജ് ആണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ കിട്ടിയിരിക്കുന്നത് ഐഫോൺ 17 സേജ് ഗ്രീൻ എന്ന് പറയുന്ന കളറാണ്. കളർ ബോക്സിൻ്റെ മുകളിൽ തന്നെ കാണാം. 256 വേരിയൻ്റ് ആണ്. ഇതിൻ്റെ വില അറൗണ്ട് 82,999 ആണ് വരുന്നത്. ഇൻഫാക്ട് കാർഡ് ഓഫേഴ്സ് 6,000 രൂപ കാർഡ് ഓഫർ ഉണ്ടായിരുന്നു SBIയിൽ. അപ്പോൾ ആ ഒരു കാർഡ് ഓഫർ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഐഫോൺ 17 അൺബോക്സിംഗിലേക്ക് കിടക്കാം. അപ്പോൾ എപ്പോഴത്തെ പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ അൺബോക്സ് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്, ഐഫോൺ 17 ബോക്സ് പാക്കേജ്. അപ്പോൾ ടിപ്പിക്കൽ ഐഫോൺ ബോക്സിന് ഇത്തവണ ബോക്സിലൊന്നും തന്നെ ചേഞ്ച് ഇല്ല. ഇവിടെ ഐഫോൺ എഴുതിയതാണ്. നമ്മൾ മേടിച്ച കളർ തന്നെയാണ് നമ്മുടെ ബോക്സിന്റെ ഫ്രണ്ടിൽ വരുന്നത്. അത് സേജ് ഗ്രീൻ ഐഫോൺ 17 ആണ് ഞാൻ മേടിച്ചത്. അപ്പോൾ ഇവിടെ നമുക്ക് സാർ വാല്യൂ ആണ് <1.6 മാത്രമേ എഴുതിയിട്ടുള്ളൂ. പിന്നെ ഇത് 256 GB വേരിയൻ്റ് ആണ്. ഇതിനകത്ത് ബാക്കിയുള്ള വേരിയൻസ് ഉണ്ട്, 512 ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത്തവണ ഒരു ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ബേസ് 128 വേരിയൻ്റ് അവർ എടുത്തു കളഞ്ഞു എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് ആണെന്ന് പറയും. കാരണം ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഓൾമോസ്റ്റ് 80,000 റുപ്പീസിന് 128 ഡെഫിനറ്റ്ലി ഒരു വേസ്റ്റ് ഓഫ് മണി എന്ന് വേണത്തേ പറയുള്ളൂ ഞാൻ. അപ്പോൾ 256 ആണ് ബേസ് വേരിയൻറ്റ്. വില അധികം കൂട്ടിയിട്ടില്ല, ചെറിയൊരു 5,000 റുപ്പീസ് എന്തോ ചേഞ്ച്, 5,000 4,000 റുപ്പീസ് എന്തോ ചേഞ്ച് വന്നിട്ടുള്ളൂ. അത് കുഴപ്പമില്ല, കാരണം അപ്ഗ്രേഡ്സ് ഒരുപാടുണ്ട്. അപ്ഗ്രേഡ്സ് എന്തൊക്കെയാണ് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ബോക്സ് തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് സേജ് ഗ്രീൻ ഐഫോൺ 17 കാണാം, അല്ലേ ഐഫോൺ 17. പിന്നെ ബോക്സിനകത്ത് വരുന്നത് നമുക്കൊരു സിം ഇജക്റ്റ് പിന്നും കാണാം. അതുകൂടാണ്ട് തന്നെ ഒരു USB Type-C ചാർജിങ് കേബിൾ ആണ്. Type-C to Type-C ആണ് ചാർജിങ് കേബിൾ. അത്രയേ ഉള്ളൂ ബോക്സിനകത്ത്. വേറെ ചാർജറോ അങ്ങനത്തെ ഒന്നും തന്നെ വരാറില്ല. നമുക്ക് ഇതൊന്ന് മാറ്റിയേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഐഫോൺ 17. അപ്പോൾ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് ഇത്തവണ. ഡ്യുവൽ 48 MP ക്യാമറയാണ് വരുന്നത്. അതുകൂടാണ്ട് തന്നെ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. പിന്നെ ഈ ഒരു ഡിസൈനിൽ വലിയ ചേഞ്ച് ഒന്നുമില്ല. നമുക്കിവിടെ ഒരു ക്യാമറ ബട്ടൺ കാണാം, ക്യാമറ കൺട്രോൾ ബട്ടൺ, ഇവിടെ പവർ ബട്ടൺ, ഇവിടെ ആക്ഷൻ ബട്ടൺ, അതേപോലെ തന്നെ നമുക്ക് വോളിയം കീസാണ് വരുന്നത്. താഴത്ത് USB Type-C പോർട്ട്, സ്പീക്കർ യൂണിറ്റും ഗ്രില്ലൊക്കെ കാണാം. പിന്നെ ഇവിടെ സിം ട്രെയും കാണാം. ഇവിടെ നമുക്ക് ആൻറ്റിന ബാൻഡ്സും കാര്യം കാണാം. ആപ്പിളിൻ്റെ ലോഗോ, LED ഫ്ലാഷ്, ഡ്യുവൽ ക്യാമറ സെറ്റ്. അപ്പോൾ ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് വളരെ നല്ലതാണ്. 6.3 ഇഞ്ചസ് ആണ് ഇതിൻ്റെ സ്ക്രീൻ സൈസ് വരുന്നത്. തിക്നെസ്സും കാര്യമായിട്ടൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. പിന്നെ വെയിറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ അറൗണ്ട് 177 grams ആണ്. 8 mm ആണ് തിക്നെസ് വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിലൊക്കെ തന്നെ നല്ലൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ്. കാരണം വെയിറ്റ് നല്ലോണം കുറവാണെന്ന് പറയണതിൽ ഒരു സംശയമില്ല. പിന്നെ നമുക്ക് ഇവിടെ ഡിസ്പ്ലേ 6.3 ഇഞ്ചസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അതും നല്ല ഒരു ബെസൽസ് ഒക്കെ ഉണ്ടല്ലേ, വളരെ മിനിമലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിസൈൻ കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ ഇൻഹാൻഡ് എക്സ്പീരിയൻസും നല്ലതാണ്. ഇനി അടുത്ത് നമുക്ക് ഡിസ്പ്ലേയിലേക്ക് പോകാം. ഇതാണ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ചേഞ്ച് എന്ന് പറയാവുന്നത് ഐഫോൺ 16ഉം 17ഉം ആയിട്ട് നോക്കുമ്പോൾ. കാരണം ഇത്തവണ നമ്മൾ എപ്പോഴും തന്നെ ആപ്പിളിനെ കളിയാക്കാറുള്ള 60 Hz റിഫ്രഷിൽ മാറിയിരിക്കുകയാണ്. ഫൈനലി നമുക്ക് 120 Hz പ്രോ മോഷൻ ഡിസ്പ്ലേന് വരുന്ന OLED ഡിസ്പ്ലേ ആണ്. പ്രോ മോഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 120 Hz റിഫ്രഷ് ചെയ്ത് കിട്ടുന്നതാണ്. ഐഫോൺ 16 നമുക്ക് 60 Hz ഉണ്ടായിരുന്നുള്ളൂ. HDR സപ്പോർട്ടഡ്. അതേപോലെ തന്നെ എല്ലാ കാര്യം റെറ്റിന ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഐഫോണിൽ സാധാരണ വരുന്ന ഹൈ എൻഡ് ഡിസ്പ്ലേനെയാണ് ഇതിനകത്ത് വരുന്നിരിക്കുന്നത്. 3000 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. 3000 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ്. ഇൻഫാക്ട് ഈ ബ്രൈറ്റ്നസ് ഐഫോണിൻ്റെ 16 പ്രോനേക്കാളും ബെറ്റർ ആണെന്നുള്ളതാണ്. അപ്പോൾ ഓവറോൾ ക്വാളിറ്റീനെ വരുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വന്നിരിക്കുന്നത്. നല്ലൊരു ടച്ച് റെസ്പോൺസും അതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ, കിഡിലം എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഡിസ്പ്ലേന് ഫൈനലി 120 Hz വന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചേഞ്ച് പറയുന്നത്. പിന്നെ ഐഫോണിൻ്റെ iOS 26 ഇതിനകത്ത് ചേഞ്ച് വന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് തിങ് ഈ ഗ്ലാസ് ഡിസൈനാണ്, ഗ്ലാസ് ലുക്കാണ്. ഗ്ലാസിൻ്റെ ഒരു ഫീലാണ് വരുന്നത്. കാര്യം ട്രാൻസ്പാരൻറ്റ് ലുക്ക് ആൻഡ് ഫീലാണ് വരുന്നത്. നമുക്ക് എല്ലായിടത്തും തന്നെ കാണാൻ സാധിക്കും. അതിൻ്റെ ആ ഒരു ലുക്ക് ആൻഡ് ഫീൽ ഇവിടെ കണ്ടില്ല, താഴത്തും ആ ഒരു ഫീൽ എല്ലായിടത്തും തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നത് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അബൌട്ട് ഡിവൈസ് ഐഫോൺ 17. അതേപോലെ നമുക്ക് ഇതിനകത്ത് ആപ്പിളിൻ്റെ A19 ചിപ്പാണ്, 3 nm ചിപ്പാണ്. ഇൻഫാക്ട് 17 പ്രോയിൽ A19 പ്രോ ചിപ്പാണ് വരുന്നത്. ഇതിനകത്ത് A19 ആണ്. അപ്പോൾ ബേസിക് എക്സ്പീരിയൻസ് വളരെ അടിപൊളിയാണ്. പിന്നെ സോഫ്റ്റ്വെയർ സൈക്കിൾ ഉണ്ടല്ല, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഉണ്ട്. iOS 26 ആണ് ലേറ്റസ്റ്റ് വേർഷനാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ഞാൻ അപ്ഡേറ്റ് കൂടെ വന്ന് ഫോൺ ബൂട്ട് ചെയ്തപ്പോൾ തന്നെ ഒരു അപ്ഡേറ്റും വരികയും ചെയ്ത് അതും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഞാൻ വഴിയെ പറയാം. കാരണം പുതിയ
ചെറിയൊരു ഗ്ലാസ് കൈൻഡ് ഓഫ് തീമാണ് വരുന്നത്. അപ്പോൾ അത് ഞാൻ ടെസ്റ്റ് ചെയ്ത് പറയാം എത്രത്തോളം നല്ലതാണെന്നുള്ളത്. ലുക്സിൽ കുഴപ്പമൊന്നുമില്ല, എന്നാൽ യൂസേജിൽ എന്തൊക്കെ ഇഷ്യൂസ് വരുന്നുണ്ടെന്ന് ഞാൻ വഴിയെ പറയാം. എന്നാൽ ഓവറോൾ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഡെഫിനറ്റ്ലി പറയാൻ സാധിക്കും. അപ്പോൾ ഇതാണ് മേജർ അപ്ഗ്രേഡ് 1 സോഫ്റ്റ്വെയറിൽ iOS 26, പിന്നെ ആപ്പിളിൻ്റെ സിരി, ആപ്പിളിൻ്റെ AI ഇൻ്റലിജൻസ് ഒക്കെ വരുന്നുണ്ട്. അതുകൂടാണ്ട് തന്നെ നമുക്ക് രണ്ടാമത്തെ അപ്ഗ്രേഡ് എന്ന് പറഞ്ഞാൽ, രണ്ടാമത്തെ മേജർ അപ്ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ProMotion 120 Hz റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ വന്നു എന്നുള്ളതാണ് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് എന്ന് പറയാവുന്നത്. ഇനി നമുക്ക് അടുത്തത് ഇതിൻ്റെ പെർഫോമൻസിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ സോഫ്റ്റ്വെയർ ചേഞ്ചസ് ഒക്കെ പറഞ്ഞു, ആ ഒരു ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് വന്നിരിക്കുന്നത് അതിലാണ്. പിന്നെ നമുക്ക് അടുത്ത് പെർഫോമൻസിലേക്ക് പോകാം. ആപ്പിളിൻ്റെ A19 ചിപ്പാണ് വരുന്നത്. 3 നാനോമീറ്റർ ചിപ്പാണ്. വളരെ നല്ല സ്മൂത്ത് പെർഫോമൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന. ഇതിൽ കൂടുതൽ ഞാൻ ഐഫോണിൻ്റെ സീരീസ് A19 ചിപ്പിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം ഇത് ആപ്പിളിൻ്റെ ചിപ്പ് എല്ലാം തന്നെ വളരെ സ്മൂത്ത് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണ്. A17ലും iPhone 17ലും അതേ എക്സ്പീരിയൻസ് ആണ് വരുന്നത്. വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഫേസ് ID ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ തരുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തിലൊന്നും തന്നെ ഒരു ഇതില്ല. പിന്നെ ഇനി ഗ്ലാസ് ഡിസൈനിൻ്റെ കാര്യത്തിൽ, അതായത് ലിക്വിഡ് ഗ്ലാസ് ഡിസൈനിൻ്റെ കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്താലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ആസ് ഓഫ് നോ കുഴപ്പമില്ല എന്ന് പറയാം. എന്നാലും എനിക്ക് പഴയ UI ആയിരുന്നു കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയതെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും ഞാൻ കുറച്ചും കൂടി യൂസ് ചെയ്തിട്ട് പറയാം. അപ്പോൾ ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റ് കുറച്ചും കൂടെ ഒരു ട്രാൻസ്പാരൻറ്റ് ലുക്കിംഗ് ഒക്കെയാണ്, കുറച്ചും കൂടെ സ്റ്റൈലിഷ് ആണെന്നാണ് ആപ്പിളിൻ്റെ ഒരു വാദം. എന്നാൽ നമ്മൾ കൂടുതൽ യൂസ് ചെയ്തിട്ട് പറയാം. പെർഫോമൻസ് അടിപൊളിയാണ്, ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തില്ല. പിന്നെ നമ്മളിപ്പോൾ Jio 5G ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. കൂടുതൽ ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ വിശദമായി പറയാം റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ. ഇനി അടുത്ത് നമുക്ക് ക്യാമറയോട്ട് പോകാം. ക്യാമറ അഗെയിൻ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് അപ്ഗ്രേഡ്സ് പറയാവുന്നത്. പ്രൈമറി ക്യാമറ ഒരു 48 മെഗാപിക്സൽ സെൻസർ ഷിഫ്റ്റ് OIS ഉള്ള ഒരു ക്യാമറയാണ് വരുന്നത്. അതുകൂടാതെ തന്നെ സെക്കൻഡറിയും 48 മെഗാപിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. പിന്നെ ഈ ഒരു പ്രൈമറി ക്യാമറ 2x ടെലിഫോട്ടോ വരെ ചെയ്യുന്ന പറയുന്നത്. എന്നാൽ അത് ടെലിഫോട്ടോ ലെൻസ് അല്ല, അത് 2x സൂം വരെ, ലോസിലെ സൂം വരെ കിട്ടും എന്നുള്ളതാണ് ആപ്പിളിൻ്റെ ക്ലെയിം. അപ്പോൾ പ്രൈമറി അൾട്രാ വൈഡ് 48 മെഗാപിക്സലാണ്. പക്ഷേ ഇതിലല്ല ചേഞ്ച് എന്ന് പറയാവുന്നത്. ആക്ച്വലി ചേഞ്ച് എന്ന് പറഞ്ഞാൽ സെൽഫി ക്യാമറയാണ്, സെൻറ്റർ സ്റ്റേജ് ക്യാമറയാണ്. അതായത് ഇതിനകത്ത് 18 മെഗാപിക്സൽ ക്യാമറയാണ് ഈ ഒരു സെൽഫി ക്യാമറ വരുന്നത്. ഈ സെൻറ്റർ സ്റ്റേജ് ക്യാമറ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ റെഗുലർലി നമ്മൾ ലാൻഡ്സ്കേപ്പിൽ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ സെൽഫി എടുക്കുക, അല്ലെങ്കിൽ പോർട്രേറ്റിൽ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ എടുക്കും. പക്ഷേ എന്നാൽ ഇനി മുതൽ നമുക്ക് ഒരു ഇത് വെച്ചിട്ട് തന്നെ 2 സെൽഫീസ് എടുക്കാം. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് എനിക്ക് വേണമെങ്കിൽ സെൻറ്റർ സ്റ്റേജിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് വെർട്ടിക്കൽ ലേ ഔട്ടിലും എടുക്കാം, ഹൊറിസോണ്ടൽ ലേ ഔട്ടിലും ഒരേ ഒരു ഇതെന്ന് എടുക്കുക എന്നുള്ളതാണ്. അത് സ്ക്വയർ സെൻസറാണ് വരുന്നത് ഫ്രണ്ടിൽ. അപ്പോൾ ഈ സ്ക്വയർ സെൻസറിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഏതൊരു പോർട്രേറ്റ് വേണമെങ്കിൽ ലാൻഡ്സ്കേപ്പിൽ നമുക്ക് ഒരേ ഇത് തന്നെ എടുക്കുക എന്നുള്ള വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ചേഞ്ച്. ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു വ്ളോഗേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം വ്ളോഗേഴ്സ് ഇങ്ങനെ പിടിക്കുന്നതിന് പകരം നമുക്ക് എല്ലാ ഫോട്ടോസും ഇങ്ങനെ പിടിച്ച് തന്നെ വീഡിയോ എടുക്കുക എന്നുള്ളതാണ് മറ്റൊരു ചേഞ്ച്. അപ്പോൾ ഈ ഒരു സെൻറ്റർ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് അപ്ഗ്രേഡാണ്. ഇത് iPhone 16 Proയിൽ ഇല്ലാത്ത ഒരു ചേഞ്ചാണ്. 17ലും 17 Proയിലൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി അതൊരു വെൽക്കം മൂവാന്ന് പറയാം. പിന്നെ 4K 60 FPS റെക്കോർഡിംഗ് ഉണ്ട്. ഇൻഫാക്ട് പ്രോയിൽ നമുക്ക് 8K റെക്കോർഡിംഗ് ഉണ്ട്. ഇതിൽ 60 FPS 4K ഫ്രണ്ടിലും റിയറിലുമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. ഇതെല്ലാം iPhone 17 എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. അടിപൊളി ക്യാമറ എന്ന് പറയുമ്പോൾ എന്നാൽ നമ്മൾ ഡിഫറെൻറ്റ് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റ് വരുന്ന ബാക്കിയുള്ള ഫോൺസ്, അതായത് Xiaomi 15, OnePlus 13s, ഇതൊക്കെയായിട്ട് നമുക്ക് കമ്പയർ ചെയ്തിട്ട് നമുക്ക് നോക്കാം വിശദമായി എങ്ങനെയുണ്ട് എന്നുള്ള ക്യാമറ. കാരണം ക്യാമറ സെൻട്രിക് ഡിവൈസസ് ഒരുപാട് ആൻഡ്രോയിഡിലുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. പക്ഷേ ഓവറോൾ എനിക്ക് തോന്നുന്നു ക്യാമറ ക്വാളിറ്റി ഡെഫിനറ്റ്ലി നല്ലതാണ്. പ്രത്യേകിച്ച് സെൽഫീസും അതേപോലെ തന്നെ പുതിയ 48 മെഗാപിക്സൽ എന്താ പറയുക അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും അതേപോലത്തെ വീഡിയോ റെക്കോർഡിംഗ്. വീഡിയോ റെക്കോർഡിംഗ് യൂസിങ് iPhone 17 സെൽഫി ക്യാമറ. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ബാറ്ററിയാണ്. 3692 mAh ബാറ്ററി. അഗെയിൻ ബാറ്ററി കപ്പാസിറ്റി ഇൻക്രീസ്ഡ് ആണ്. ഇൻഫാക്ട് iPhone 16 Proനേക്കാളും ബിഗർ ബാറ്ററിയാണ്. അതേപോലെ തന്നെ ഇതിന് അപ് ടു 40 watt ചാർജിങ് സപ്പോർട്ടഡ് ആണ്. 50% ചാർജ് ഇൻ 20 minutes ആണ് പറയുന്നത്. അപ്പോൾ 40 watt ചാർജിങ് അത് സെപ്പറേറ്റ്ലി നമുക്ക് മേടിക്കണം. അത് PD ചാർജർ മതി. 40 watt PD ചാർജർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് 50% ബാറ്ററി ഇൻ 20 minutes സപ്പോർട്ട് ചെയ്യുന്നതാണ് മറ്റൊരു ഫീച്ചർ ആപ്പിൾ പറയുന്നത്. അപ്പോൾ ബാറ്ററി ലൈഫും ഒബ്വിയസ്ലി ഇംപ്രൂവ്ഡ് ആണെന്നുള്ളതിൽ ഒരു സംശയമില്ല. കാരണം പഴയ iPhone 16 Proനേക്കാളും ബിഗർ ബാറ്ററിയാണ് ഇത്തവണ 17ൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ചേഞ്ചും കൂടെ നമുക്ക് ഇംപ്രൂവ്മെൻറ്റ് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതായിരുന്നു iPhone 17ൻ്റെ ഒരു അൺബോക്സിങ് ഫസ്റ്റ് ഇംപ്രഷനും. അപ്പോൾ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് പറയാം. മേജർ ചേഞ്ചസ്: ProMotion 120 Hz റിഫ്രഷ് റേറ്റ് ഡിസ്പ്ലേ,
അതേപോലെ തന്നെ 3000 നിറ്റ്സ് ഓഫ് പീക്ക് ബ്രൈറ്റ്നസ്, ബിഗർ ബാറ്ററി കപ്പാസിറ്റി, അതേപോലെ എന്താ പറയുക ലിക്വിഡ് ഗ്ലാസ് ഡിസൈൻ iOS 26-ൽ, അതേപോലെ തന്നെ സെൻറ്റർ സ്റ്റേജ് ക്യാമറ, 48 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ റിയർ, ഇതൊക്കെ തന്നെയാണ് ചേഞ്ച് വരുന്നത്. അപ്പോൾ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് അപ്ഗ്രേഡ് എന്ന് പറയാം. പിന്നെ 256 GB സ്റ്റോറേജ് പ്രൈമറി ബേസ് വേരിയൻറ്റ് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞ തവണ iPhone 16 ഇറങ്ങിയത് 79,999 രൂപയ്ക്കാണ്. ഇത്തവണ 82,999. അതായത് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് പ്രൈസിങ്ങിൽ. എന്നാൽ എനിക്ക് കാർഡ് ഓഫറിലൂടെ എനിക്ക് കിട്ടിയത് 76,999 എന്താണ് എനിക്ക് കിട്ടിയ കാർഡ് ഓഫർ. അറൌണ്ട് 6,000 റുപ്പീസ് കാർഡ് ഓഫർ കിട്ടിയായിരുന്നു. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ് iPhone 17. ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക iPhone 17 കുറിച്ച്. നിങ്ങളുടെ എല്ലാ എക്സ്പീരിയൻസ്, നിങ്ങൾ പുതിയത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസും പറയാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.